ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് എഗ്ഷെല്ലിൽ വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് ചെയ്യുന്നതിൻ്റെ 5ാമത്തെ വീഡിയോ ആണ് കേട്ടോ. ഇന്ന് നമ്മൾ എഗ്ഷെല്ലിൽ വെച്ചിട്ടൊരു സ്റ്റാർ ഫ്രൂട്ടാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. പേപ്പറും എഗ്ഷെല്ലും യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഒരു പേപ്പറിനെ നമ്മൾ ഈ ഒരു വീതിക്ക് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. താല്പര്യമുള്ള നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇതിനേക്കാളും കുറച്ചുകൂടെ വീതിക്ക് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഒരു സ്റ്റാർ ഫ്രൂട്ടിന് 5 സൈഡ്സാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ചെറിയ വീതിക്കാണ് കട്ട് ചെയ്തെടുക്കുന്നതെങ്കിൽ ആ സൈഡ്സിൻ്റെ എണ്ണം കൂടും. ഞാനിപ്പോൾ ചെറുതായിട്ടാണ് കട്ട് ചെയ്തത് കൊണ്ട് സൈഡ് 8 എണ്ണം ആയിപ്പോയി കേട്ടോ. ഇനി ഒരു പേപ്പർ ഷീറ്റിനെ നീളത്തിൽ 2ആയിട്ട് മടക്കിയിട്ട് എഗ്ഷെല്ലിൻ്റെ പുറത്ത് ഇതുപോലെ ഒന്ന് വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. 5ഓ 6ഓ ഒക്കെ മതിയാവും. ഞാൻ ഒട്ടിച്ചൊട്ടിച്ച് 8 എണ്ണമൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. അത്രയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് എഗ്ഷെല്ലിൻ്റെ പുറത്ത് ഫുള്ള് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം വേറെ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള പേപ്പർ എടുത്ത് അതിൻ്റെ സെൻറ്റർ കണക്കാക്കി ഇതുപോലെ എത്ര സൈഡ്സാണോ നമ്മൾ എടുത്തത് അത്രയും സൈഡ്സ് ഇങ്ങനെ പൊങ്ങി വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. ഇതുപോലെ ചെയ്തെടുത്ത 2 പേപ്പർ വേണം. ഒരു ഏകദേശം സ്റ്റാർ ഫ്രൂട്ടിൻ്റെ വലുപ്പത്തിനനുസരിച്ചുള്ള അത്രയും നീളത്തിന് ആ പേപ്പേഴ്സ് കട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു പീസ് 2 സൈഡിലായിട്ട് ഒട്ടിച്ച് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പുറവും ഇപ്പുറവും ഇതുപോലെ ചേർത്ത് ഒട്ടിച്ച് വെച്ച് കൊടുക്കണം. ഒട്ടിച്ച് വെക്കുമ്പോഴത്തേക്കും ആ മടക്കിലൊക്കെ കറക്റ്റായിട്ട് പിടിച്ച് നന്നായിട്ട് ഇതുപോലെ ഒട്ടിച്ച് വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ കൂർത്ത് നിൽക്കും. 2 സൈഡിലും ഒട്ടിക്കണം കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ഇങ്ങനെ ഒരു മോഡലിൽ കിട്ടിയിട്ടുണ്ട്. ഇതാണ് സ്റ്റാർ ഫ്രൂട്ടിൻ്റെ ഏകദേശമായിട്ടുള്ളൊരു ഷേപ്പ്. അതിന് ഞാനൊരു യെല്ലോയും ഗ്രീനും കൂടെയൊക്കെ വരുന്ന ഒരു കളറ് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഹൈലൈറ്റിന് വേണ്ടിയിട്ട് ഒരു ഓറഞ്ച് കളറൊക്കെ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്റ്റാർ ഫ്രൂട്ടിന് 5 സൈഡ്സ് ആണല്ലോ വരുന്നത്. അപ്പോൾ 5 സൈഡ്സ് വരുന്ന ഒരു സ്റ്റാർ ഫ്രൂട്ടിന് വേണ്ടിയിട്ട് ആദ്യം ബൈൻഡിൽ ഒരു സ്റ്റാർ ഫ്രൂട്ട് കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന അത്രയും വലുപ്പത്തിനനുസരിച്ചുള്ള സ്റ്റാർ കട്ട് ചെയ്തെടുത്തു. അതിന് ശേഷം ആദ്യത്തെ പോലെ ഒരു പേപ്പർ ഫോൾഡ് ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ച് വെച്ചു. ഇനി യെല്ലോ കളറൊക്കെ കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ ഹാഫായിട്ട് കട്ട് ചെയ്തൊരു സ്റ്റാർ ഫ്രൂട്ടും ഒരു ഫുൾ സ്റ്റാർ ഫ്രൂട്ടിൻ്റെയും സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ട്. ഹൈലൈറ്റിന് വേണ്ടിയിട്ട് നമ്മളിത് അതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ സീഡ്സിൻ്റെ പടമൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് ഒരു സ്റ്റാർ ഫ്രൂട്ട് പോലെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.